ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, അങ്ങയുടെ നേരത്തെ സൂചിപ്പിച്ച ക്വസ്റ്റ്യൻ ഓഫ് പ്രയോറിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ ഓഫ് കൺവീനിയൻസിനെ കുറിച്ചാണ് അങ്ങ് സംസാരിച്ചത്. പക്ഷേ ക്വസ്റ്റ്യൻ ഓഫ് പ്രയോറിറ്റിയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ആ പ്രയോറിറ്റിൻ്റെ കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിന് കീഴിലുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ 465 കോടി രൂപ ഇനിയും വേണം, കൊടുത്തിട്ടില്ല. സാർ, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ 15 മാസത്തോളം കുടിശ്ശിയാണ്. 700 കോടി രൂപ വേണം അത് കൊടുക്കാൻ. മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി 36 കോടി രൂപ വേറെയും വേണം. സാർ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരാ, ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത ആളുകളാണ്, പട്ടിണി പാവങ്ങളാണ്. നമ്മൾ ലോക മാതൃക എന്ന് പറയുകയും ലോകത്തെ ഏറ്റവും ചെറിയ രൂപത്തിൽ നിൽക്കുകയും ചെയ്താൽ മതിയോ? അതാണ് ഞങ്ങളും പറയുന്നത്. ക്വസ്റ്റ്യൻ ഓഫ് പ്രയോറിറ്റിയാണ്. അങ്ങിവിടെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. രാഷ്ട്രീയം അങ്ങ് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന രാഷ്ട്രീയം പറയുന്നതിന് ഞാൻ എതിർക്കുമൊന്നുമില്ല. ഞങ്ങൾ വ്യക്തിയല്ല ഞങ്ങൾ എതിർക്കുന്നത്, പ്രസ്ഥാനത്തെയാണ്, നിലപാടാണ്. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കണം എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഒരുപോലെ നിന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP പാർലമെൻറ്റിലെത്തിയത്. കോൺഗ്രസ് ഒരുപോലെ നിന്നതുകൊണ്ടാണ് രാജസ്ഥാനിൽ നിന്നൊരു MP നിങ്ങൾക്ക് പാർലമെൻറ്റിലെത്തിയത്. നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കത്തക്ക വിധത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രമിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇനി എൻ്റെ കാര്യത്തിലോട്ട് വരാം. സാർ, ഇവിടെ പ്രധാനപ്പെട്ട 2 നമ്മളുടെ ഫിനാൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന് വിഭവ സമാഹരണം, അതിനു വേണ്ടിയുള്ള നല്ല പരിശ്രമം വേണം. സാർ, ചെലവിടുന്ന കാര്യത്തിനകത്ത് അതിര് കടന്ന് പോകരുത്. ഈ രണ്ടിൻ്റെയും ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വരികിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ? അത് ഇവിടെ 2017 മുതൽ തുടർച്ചയായി 6 തവണ കൊണ്ട് നമ്മൾ ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നു. അത് വിജയിച്ചു എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 13,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നത്. 6 പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നതാണ്. സാർ, അത് വേണ്ട വിധം മുന്നോട്ട് പോയില്ല. ഇങ്ങനെ നമ്മൾ ഓരോ പദ്ധതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. സാർ, വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു രംഗം മറന്നു പോവുകയാണ്. സാർ, നമ്മളുടെ 2016 സാമ്പത്തിക വർഷത്തിൽ സ്വർണത്തിൽ നിന്നുള്ള നികുതി വരുമാനം 653 കോടി രൂപയായിരുന്നു ഈ സംസ്ഥാനത്തിന് കിട്ടിയത്. ഇന്ന് സ്വർണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് 383 കോടി രൂപയാണ്. താഴോട്ട് പോകുന്നത്, കുത്തനെ താഴോട്ട് പോവുകയാണ്. വാറ്റ് കാലത്ത് 5000 രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 10,649 രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്തുണ്ട്. പക്ഷേ നമ്മളുടെ വിഹിതം വർദ്ധിക്കുന്നില്ല. അതാ ഞാൻ പറയുന്നത്, നമ്മളുടെ വിഭവ സമാഹരണത്തെ സംബന്ധിച്ച് ഒരു വലിയ കാഴ്ച നമുക്കുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. സാർ, ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ പ്രതിവർഷം 10,000 ടൺ സ്വർണം ക്രയവിക്രയം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളതിലെ 30% കേരളത്തിലുമാണ്. സാറേ, അതിൻ്റെ ഒരു ടാക്സ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പ്രതിവർഷ ഉപഭോഗം 200 മുതൽ 300 ടൺ വരെയുള്ള ഗോൾഡാണ്. ആ കച്ചവടത്തിൽ നിന്ന് 65% നമുക്ക് നികുതി കിട്ടേണ്ടതാണ്. സർക്കാർ വിവരാവകാശ പ്രകാരം പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 2022-23 സ്വർണ്ണക്കച്ചവടത്തിൻ്റെ ടേൺ ഓവർ കേവലം 1,11,000 കോടി മാത്രമാണ്. സാർ, അതിൽ 80% വഹിക്കുന്നത് ചില വ്യക്തികൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മറക്കുന്നില്ല. സാർ, 2016 1 ഗ്രാം സ്വർണത്തിന് 2,820 രൂപയായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ നികുതി എത്രയാണ്? 653 കോടി രൂപ. സാർ, ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിന് 6,649 രൂപയായിട്ടും നമുക്കിപ്പോൾ കിട്ടുന്ന നികുതി 700 കോടി രൂപ. അപ്പോൾ വിഭവ സമാഹരണം താഴോട്ട് പോവുകയാണ്. നമ്മൾ ടാപ്പ് ചെയ്യേണ്ട മേഖലയിൽ വേണ്ട വിധം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ സത്യം. സാർ, ഇക്കോണമിയുടെ വലിപ്പം 3 ഇരട്ടി വർദ്ധിച്ചിട്ടും ഈ നികുതി വരവ് വർദ്ധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. സാർ, എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ച് പരിശോധനകൾ ദുർബലമാക്കി എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. സാർ, GST കൗൺസിൽ ചർച്ച ചെയ്ത് 2023 ഓഗസ്റ്റ് മുതൽ വേബൽ ബില്ല് നിഷ്കർഷിക്കണം എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ കേരളം ഈ വിജ്ഞാപനം നടപ്പിൽ വരുത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ മുന്നോട്ട് പോയിട്ടില്ല. എന്താ കാരണം എന്നുള്ളത് അങ്ങ് മറുപടി പറയുമ്പോൾ സംസാരിക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. സാർ, ഇതുപോലുള്ള ദുഃഖം നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി വേണം എന്നുള്ളതാണ്
എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്ന് ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം ഞാൻ നടത്തുകയാണ്. സാർ, അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് അറിയാതെ ഇപ്പം ധനകാര്യ വകുപ്പ് എതിർക്കും. ഉദ്യോഗസ്ഥന്മാർ ഫയലിനകത്ത് ഷുഡ് നോട്ട് ബി ഗിവൺ എന്ന് പറഞ്ഞ് എഴുതിയാലും ശരി, ചില കാര്യങ്ങളൊക്കെ അല്ലാത്ത വഴിയിലൂടെ ഇത് പാസ്സാക്കി പോവുകയാണ്. ധനകാര്യ വകുപ്പ് എതിർത്തിട്ടും മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി നടപ്പാക്കിയ സിംഗിൾ ബിഡറുള്ള പ്രവൃത്തികളെല്ലാം ഉയർന്ന ടെൻഡർ എക്സസിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. സാർ, അങ്ങയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ 2 ഫയൽ നമ്പർ പറയാം. സാർ, 14/3/2024, ആ ഡേറ്റ് പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 14/3/2024 GOMS 16/2024 ഉത്തരവ് പ്രകാരം 110,67,14,407 കോടി രൂപയുടെ ഇവിടെ 11 പദ്ധതികൾക്ക് നിബന്ധനകൾ ലംഘിച്ച് നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തൂടെ ഒഴുകിപ്പോവുകയാണ്. സമാഹരിക്കേണ്ടത് നമുക്ക് വേണ്ട വിധം കിട്ടുന്നില്ല. ഒരു വശത്തൂടെ തുകയെല്ലാം ഒഴുകിപ്പോവുകയാണ്. സാർ, വിജിലൻസ് കേസ് അന്വേഷണം നേരിടുന്ന കമ്പനിക്ക് പോലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 31.98% സെൻട്രൽ ഒരു ടെൻഡർ എക്സസിൽ നമ്മൾ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉദ്യോഗസ്ഥന്മാരെഴുതും. ഉദ്യോഗസ്ഥന്മാർ സ്ട്രോങ് ആയിട്ട് എഴുതി വെക്കും, കാരണം അവർ നിബന്ധന വിട്ട് നിൽക്കില്ല. പക്ഷേ ക്യാബിനറ്റിലോട്ട് പോകുമ്പം ആ ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങും ആ ക്യാബിനറ്റിൽ ഈ 31% എക്സസിന് അനുകൂലമായി നിൽക്കും. ക്യാബിനറ്റ് രഹസ്യം ഇവിടെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ അനുകൂലമല്ലായിരുന്നു എങ്കിൽ ഇവരുടെ ക്ലിയറൻസ് കിട്ടുമായിരുന്നില്ല. സാർ, അതേ കമ്പനിക്ക് തന്നെ 27.98% ടെൻഡർ എക്സസിന് GOMS 36/2024 ഉത്തരവ് പ്രകാരം 95 കോടി രൂപയും അതിനുശേഷം സാർ 95 കോടി രൂപയുടെ ഒരു സാർ എനിക്ക് 3 മിനിറ്റ് കൊടുത്തത് സ്വാഭാവികമായിട്ട് സാർ അങ്ങനെ 142.21 അത് ടെൻഡർ എക്സസിന് അപ്പുറത്തേക്ക് പോയി സാർ. അതാണ് നമ്മൾ വളരെ പോസിറ്റീവാണ്. കാരണം ഗവൺമെൻറ് നന്നായി മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മുടെ അഭിപ്രായം. അതിന് നെഗറ്റീവായിട്ടൊരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. നിയമസഭയിൽ തന്ന ഉത്തരവുണ്ട്. എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അങ്ങ് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങേക്ക് ഞാൻ ഈ ഉത്തരവും വേറെ പ്രത്യേകിച്ച് തരാം. അതുകൊണ്ട് ഈ നിലയിലുള്ള നടപടികൾ നമുക്ക് മാറണം. സാർ, ADB വായ്പകളുടെ മറവിൽ കുടിവെള്ള സ്വകാര്യവൽക്കരണം നടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എളമരം കരീം കൊച്ചിയിലൊരു സമരം ഉദ്ഘാടനം ചെയ്യുക. സാർ, അതിനകത്ത് ശ്രീ എളമരം കരീം മാത്രമല്ല, വാട്ടർ അതോറിറ്റിയിലെ CIT ഉണ്ട്, AITUC ഉണ്ട്, ഇവിടെ INTUC ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ആ സമരം. എന്താ കാരണം? കുടിവെള്ള നിലപാടിന് ADB വായ്പയുടെ മറവിൽ കുടിവെള്ള സ്വകാര്യവൽക്കരണം നടത്തുന്നു. സാർ, ഞാനിതൊന്ന് പറഞ്ഞു, സ്വകാര്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ്. സാർ, അവരുടെ ഡിമാൻഡുകളെല്ലാം അടങ്ങിയ രേഖകളെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ അങ്ങേ 100% മാനിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ഞാൻ എക്സസ് ആയിട്ട് പോകുന്നില്ല. ഏതായാലും സാർ, ഇതുപോലുള്ള നടപടികൾ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമല്ല. സാർ, ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുന്നതിന് അങ്ങ് സുതാര്യമായി ചെയ്യുമെന്ന് എനിക്കറിയാം. പൂർവ്വകാലത്തുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പാപഭാരം ചുമക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അങ്ങ് എന്നറിയാവുന്ന ഞാൻ അങ്ങേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ പരിധി വിട്ടു പോകുന്ന കാര്യങ്ങൾക്ക് അങ്ങ് അന്വേഷണം നടത്തണം. അവർക്കെതിരായി നടപടിയെടുക്കണം. നമ്മുടെ ധനകാര്യ നിലപാടുകൾ കറക്റ്റായി പോകുന്നതിന് വേണ്ടിയുള്ള നിലയിലേക്ക് കൊണ്ടുപോകണം എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്. സാർ, ഓൺഗോയിങ് വർക്കുകൾ ഗവൺമെൻറ് മാറിയപ്പോൾ അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. സാർ, എന്തൊരു കഷ്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല വന്നൊരു ധർണ ഉദ്ഘാടനം ചെയ്യും. ഞാൻ തന്നെ ഉപവാസം ഇരുന്നതാണ്. ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങയോടുള്ള ഒരു ബഹുമാനവും മതിപ്പും കൊണ്ട് ഞാൻ ഈ സ്ഥലം വേറൊരിടത്തോട്ടാക്കി. സാർ, അതുകൊണ്ട് അതുപോലുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. സാർ, ഒരു കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള സാർ ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ തീർത്തോളാം. ആ കുടിവെള്ള പദ്ധതി സാർ, മോർത്ത് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. ആര് പറഞ്ഞാലും അവരെ വൈകുന്നെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ പൈപ്പിടാൻ സമ്മതിക്കില്ല. അവർ സമ്മതിക്കില്ല. അതേസമയം സ്വകാര്യ ഏജൻസിക്ക് വെട്ടിക്കുഴിക്കാൻ അവർ അനുമതി കൊടുക്കുകയും ചെയ്തു. സാർ, എന്ത് മോർത്താണത്? ഇത് മോർത്തല്ല, മോർച്ചറിയാണ്. അത് സാധാരണഗതിയിൽ നാട്ടുകാരുടെ വികസനത്തെ തകർക്കുന്നതാണ്. സാർ, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ പോസിറ്റീവായി
വളരെ നല്ല രൂപത്തിൽ ഈ കാര്യം പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ നമ്മളുടെ ഈ ഉപനിർബന്ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.